മലബാർ വെഡ്ഡിങ്ങിൽ ഞാനൊരു പാചകക്കാരനാണ്. അത് ആ എഴുത്തുകാരൻ ആ സിനിമ എഴുതുന്ന സമയത്ത് തന്നെ നമ്മളെ ആലോചിച്ചുകൊണ്ടായിരുന്നു അത് എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് മാനറിസംസ് അദ്ദേഹത്തിന് അത് അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്തായാലും നല്ല രസകരമായിട്ട് ത്രൂ ഔട്ട് ഉള്ള ഒരു പാചകക്കാരൻ, അതായത് ചെവി കേൾക്കാൻ മേലാത്തൊരു പാചകക്കാരൻ്റെ പ്രണയവും അവിടുന്ന് ആ പ്രണയം പൊട്ടുന്നതും പാചകം അലമ്പാകുന്നതും അവസാനം അവിടുന്ന് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് ഒരു വലിയ കുഴി വെട്ടിച്ച് എന്നെ കൊണ്ട് തന്നെ കുഴി വെട്ടിച്ച് ആ കുഴിക്കകത്ത് ഈ ആഹാര സാധനങ്ങളെല്ലാം ബിരിയാണിയൊക്കെ ഇട്ട് മൂടിക്കുന്നു. അപ്പോഴാണ് നമ്മളൊരു കത്തിയെടുത്ത് ഇട്ടിട്ട് പറയുന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമാണ്, ഇനി മേലിൽ ഞാൻ ഈ പാചക പരിപാടിക്ക് ഇല്ലയെന്നും പറഞ്ഞ് ഇട്ടിട്ട് ഒന്നിങ്ങനെ കണ്ണും തുറച്ചിട്ട് പോകുന്നൊരു സീനായിരുന്നു അത്. മലബാറിൽ നമ്മളിപ്പം ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ മലബാർ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വേഷം എന്ന നിലയിൽ അവരുടെ ഒരു പ്രത്യേക ഒരു അംഗീകാരം നമുക്ക് ആ വേഷത്തിനുണ്ട്. ഈ മലബാർ വെഡ്ഡിങ്ങിലെ ആ കുട്ടിയാണ് ഹരിത എന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു മലബാർ വെഡ്ഡിങ്ങിലെ. ആ കുട്ടിയായിരുന്നു ആദ്യമായിട്ട് നായികയായിട്ട് വന്നത്. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. രസതന്ത്രം സിനിമയിലാണ്. രസതന്ത്രം ആ പാട്ടിനകത്താണ് എന്നെ അങ്ങോട്ടും കൊണ്ടുപോകുന്നൊരു ഇതുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ക്ലാസ്മേറ്റ്സിലാണ് കൂടുതലും ഗാനരംഗങ്ങൾ കൂടുതൽ ഞാൻ അഭിനയിച്ചു. ക്ലാസ്മേറ്റ്സ് പക്ഷേ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ അത് 10-50 ദിവസവും ഒരു കോളേജിൽ തന്നെയായിരുന്നു ഷൂട്ട്. അതുകൊണ്ട് രാവിലെ നമ്മൾ കോളേജിൽ വരുന്നത് പോലെ ലൊക്കേഷന് വരികയും അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ. അതുകൊണ്ട് പിന്നെ നമ്മളെ വിളിക്കാനൊന്നും ഒരു നിൽക്കില്ല. നമ്മൾ നേരെ ഹോട്ടലിൽ പോകും, തിരിച്ച് ഹോട്ടലിൽ നിന്ന് കോളേജിൽ വരും. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതിന് വണ്ടി വരാനൊന്നും നിൽക്കില്ല. നമ്മളിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുകയായിരുന്നു. എന്തായാലും അത് വളരെ അടുത്തുനിന്ന് സിനിമ ഈ 50 ദിവസം ഈ ആൾക്കാരുടെ അടുത്ത് നിന്ന് സിനിമ കാണാനും, ഇപ്പോൾ ലാലുവേട്ടനായാൽ തന്നെ നമ്മളതിനകത്ത് നമ്മുടേതാകുന്ന കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും അത് അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു മനസ്സുള്ള ഒരാളായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിനിമ വളരെ അടുത്തുനിന്ന് കാണാൻ സാധിച്ചു. ലാലേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് എന്തും പറയാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇന്ന് വരെ എന്താ പറയുക, ഒരു വഴക്കിട്ടോ ദേഷ്യപ്പെട്ടോ ലൊക്കേഷൻ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലാലേട്ടൻ്റെ അടുത്ത് നമ്മൾ വെച്ചാലും നമുക്കൊരു പേടി ഉണ്ടാകുകയില്ല. ഒരു ഭയമില്ലാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എന്തും നമുക്ക് സംസാരിക്കാം. അന്ന് എനിക്ക് ശമ്പളം കിട്ടിയത് 20,000 രൂപയാണ് എനിക്ക് ആ പടത്തിന് അഭിനയിച്ച ശമ്പളം. അപ്പോൾ 20,000 രൂപയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോകാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത്രയും പൈസ ഒരുമിച്ച് കണ്ടിട്ടില്ല ആ സമയം. കാര്യം ഈ സിനിമയിലൊക്കെ ഇങ്ങനെ നോട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ ഈ 20,000 രൂപ എന്നൊക്കെ പറയുന്നത് ഞാൻ ഏതാണ്ട് ആകാശത്ത് എത്തിയ പോലെ എനിക്ക് തോന്നിയ ആ സമയത്ത്. അങ്ങനെ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്നിട്ട് എല്ലാവരെയും വിളിച്ചു. അവിടെ പട്ടിണിയാണ്, മുഴുപട്ടിണിയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. കാര്യം അതും ഈ സമ്പന്നന്മാരുടെ മക്കളാരോടെ പഠിക്കാൻ വരികയല്ലോ, സാധാരണക്കാർ പഠിക്കുന്ന, ഇതിനോട് പ്രണയമുള്ള ആൾക്കാർ പഠിക്കുന്നൊരു സ്ഥാപനമാണത്. അപ്പം പട്ടിണി കിടന്ന് ഇങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഞാൻ 20,000 രൂപയും കൊണ്ട് ചെന്ന് എല്ലാവരെയും വിളിച്ച് നിറച്ച് ചോറും കൂട്ടാനുകളും ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് അന്ന് റിലീസ്, എൻ്റെ പിറ്റേ ദിവസം റിലീസാണ്. അങ്ങനെ പിറ്റേ ദിവസം പോയി 35 ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് ഞാൻ ഈ സിനിമ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ 35 പേര്. ഇപ്പോൾ എൻ്റെ എഗ്രിമെൻ്റ് ഇതാണ്, എന്നെ കാണിച്ച ഉടനെ കൈയടിച്ചോളാം. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എല്ലാവരും ഉണ്ട്, എൻ്റെ സൂപ്പർ സീനിയേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും എഗ്രിമെൻറ്റിൽ ഞാൻ ഇവരെ കൊണ്ട് സിനിമ കാണിച്ചുകൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ കാണിച്ചപ്പോൾ റഹ്മാൻ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ, നമ്മൾ ഗുണ്ടകളാണ്, ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ക്ലിപ്പിങ്സ് കാണിച്ചിട്ട് പറയും, ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. അപ്പോൾ എൻ്റെ പേരിങ്ങനെ പറഞ്ഞ് എൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ ഈ 35 പേരും കൂടെ ഭയങ്കര കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് എന്നെക്കുറിച്ച് പറയുന്ന ഇതാണ്, ഇവൻ പോളി, ഇവൻ്റെ പ്രധാനം ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസ് ആണ്. ഞാനവിടെ ഇരുന്ന് ഒരു ബഹളവും എല്ലാം കൂടെ ആയി. പക്ഷെ എന്തായാലും രസമായിരുന്നു അത്. അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ അമൃത TV പ്രേക്ഷകരും എൻ്റെ എല്ലാ പടങ്ങളും കാണണം, അനുഗ്രഹിക്കണം. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമ്മുടെ പടങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മളോട് നേരെ നോക്കി പറയുകയും വേണം. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നും കൊള്ളിയല്ലെങ്കിൽ കൊള്ളിയല്ലെന്നും പറയണം. സന്തോഷം.